പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ് എന്ന് യാക്കോബ് ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സംസാരത്തിലെ പക്വത പുണ്യപൂർണതയുടെ ലക്ഷണമാണെന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ഒരു വ്യക്തി സംസാരത്തിൽ പക്വത ഉള്ള വ്യക്തിയാണ് എങ്കിൽ പുണ്യ പരിപൂർണതയിലേക്ക് ആ വ്യക്തി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വലിയൊരു ലക്ഷണമാണ്. അതാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്: സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. വ്യർത്ഥഭാഷണമാണ് കലഹത്തിൻ്റെയും അശുദ്ധിയുടെയും എല്ലാം മൂലകാരണം. ഈ സംസാരത്തിൽ തെറ്റുവരുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ വ്യർത്ഥഭാഷണങ്ങൾ പറയുന്നു. ദൈവത്തിൻ്റെ വചനമല്ല പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. പല വ്യക്തികളും ധ്യാനത്തിന് പോകും വരും, ഇടവക ധ്യാനത്തിന് പോകും വരും, അവിടെ പ്രസംഗിച്ചു, അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു, എല്ലാം വെറുതെ ആയിപ്പോയി. വേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രസംഗിച്ച വ്യക്തിയെ വരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ധ്യാനത്തിന് പോകുന്ന വ്യക്തികളും അങ്ങനെ ചെയ്യുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ സംസാരത്തിൽ പക്വത, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യാക്കോബ് ശ്ലീഹായിലൂടെ പറഞ്ഞ് സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംസാരത്തിൽ തെറ്റുവരുത്താറുണ്ടോ? എൻ്റെ ഇന്നും ഇന്നലെയുമുള്ള ജീവിതത്തിൽ വ്യർത്ഥഭാഷണം സംസാരിച്ച് വിലയേറിയ സമയം നഷ്ടപ്പെടുത്തിയ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ആത്മപരിശോധന ചെയ്യണം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയം വളരെ വിലയുള്ളതാണ്. ആ വിലയേറിയ സമയം വ്യർത്ഥഭാഷണം പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ താലന്ത് സമയമാണ്. എല്ലാവരും വിചാരിക്കും പണമെന്ന്. അല്ല, ഏറ്റവും വലിയൊരു താലന്താണ് സമയം. ദൈവം ഓരോരുത്തർക്കായി നൽകിയിരിക്കുന്ന സമയം കൂട്ടാൻ ആർക്കും സാധ്യമല്ല. ദൈവം ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്ന സമയം കൂട്ടിക്കൊടുക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവം സമയം പിൻവലിച്ചാൽ പിൻവലിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വലിയൊരു താലന്താണ് നമുക്ക് കിട്ടിയ സമയം. ഇങ്ങനെയുള്ള ഈ സമയം വ്യർത്ഥഭാഷണങ്ങളും പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ കഥകൾ പറഞ്ഞ്, ഇന്ന് പലപ്പോഴും ചിലരൊക്കെ ധ്യാന പ്രസംഗത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ദൈവവചനപരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ലോകത്തിൻ്റേതായിട്ടുള്ള പലതുമാണ് അവർ ധ്യാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേ അവർക്കറിയൂ. ഈ അടുത്ത കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സമയത്തൊക്കെ മറ്റു ചില വിഭാഗക്കാരുടെ ആൾക്കാരുടെയൊക്കെ അവർ പറഞ്ഞതിനെ ഉയർത്തി പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്ക് ലീഡ് ചെയ്യുന്ന ഒരു മേഖല യൂട്യൂബിലൂടെ കാണാൻ സാധിച്ചു. ആരാധനയ്ക്ക് ലീഡ് ചെയ്യുന്ന വ്യക്തിക്ക് ആരാധനയ്ക്ക് അവിടെ വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണെന്നും ആ ഈശോ മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന വചനവും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനവും പകർന്നു കൊടുക്കേണ്ടതിന് പകരം ആ വിശുദ്ധ കുർബാനയായ ഈശോയെ അവിടെ വെച്ചുകൊണ്ട് മറ്റ് പല മതത്തിലെ ചില സാങ്കല്പിക കഥാപാത്രങ്ങളുടെയും അല്ലെങ്കിൽ വ്യക്തികളുടെയും അവർ പറഞ്ഞു
അവർ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മഹത്വവൽക്കരിക്കുന്ന വ്യക്തിയെയും ഈ അടുത്ത കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, അതുപോലും ഞാൻ പറയും, അത് വ്യർത്ഥഭക്ഷണമാണ്, അത് വ്യർത്ഥമാണ്. കർത്താവിൻ്റെ വചനം പറയേണ്ട സ്ഥാനത്ത് കഥകളും കെട്ടുകഥകളും കോമഡി പരിപാടികളൊക്കെ നടത്തുന്നത് അത് ദൈവികമല്ല, അത് പൈശാചികമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ആത്മീയമായ ചൈതന്യമില്ലാതെ കിടക്കുന്ന പല വ്യക്തികൾക്കും ആത്മീയമായിട്ടുള്ള ചൈതന്യം കൊടുക്കാൻ സാധിക്കും. തകർന്നു കിടക്കുന്ന, മാനസികമായിട്ട് തകർന്നു കിടക്കുന്ന പല വ്യക്തികൾക്കും ചില നല്ല വാക്കുകൾ ആ വ്യക്തിക്ക് ആത്മീയ ഉത്കർഷത്തിന് കാരണമാകും. അതിന് പകരമായിട്ട് വ്യർത്ഥഭാഷണങ്ങളൊക്കെ പറഞ്ഞിരുന്ന് നമ്മുടെ സമയം കളയുന്നു. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയങ്ങളെ എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിധിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കുന്നത് ദൈവം ഉപയോഗിക്കുന്നൊരു മാനദണ്ഡമല്ല. അതുകൊണ്ട് തന്നെ വ്യർത്ഥഭാഷണം വലിയ ഒരു ഗുരുതരമായ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിൽ നിന്നും മോചനം പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യാക്കോബ് ശ്ലീഹായിലൂടെ പറഞ്ഞത്. ഓരോരുത്തരും സംസാരത്തിൽ തെറ്റുവരുത്താതെ മറ്റുള്ളവർക്ക് കേൾവിക്ക് ഇമ്പമുള്ള കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുക. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ വ്യർത്ഥഭാഷണങ്ങളും ചീത്തവാക്കുകളും കെട്ടുകഥകളുമൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞ നിമിഷങ്ങളുണ്ട്. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണമെന്ന് അരുളി ചെയ്ത കർത്താവേ, സന്ദർഭമനുസരിച്ച് അങ്ങയുടെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.